ഇതേ കണ്ടില്ലേ ഇവർ കിടന്ന് അടി കൂടുന്നത്. അപ്പോൾ ഇവർ ചെയ്ത പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ചെയ്യരുത്. അത്ര എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൂ. നീ സ്വർണ്ണം വാങ്ങിക്കോ, അതായിരിക്കും നല്ലത്. സിൽവർ ഇടുമ്പോഴല്ലേ എനിക്ക് കുറച്ചും കൂടി നല്ലത്. ഈ ഗോൾഡ് ഒന്നും എൻ്റെ സ്കിൻ ടോണിന് അത്ര ചേരില്ല. എടി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക, ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷെ നോക്കിയേ 2024 സിൽവർ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഏതാണ് നല്ലത്, ഗോൾഡ് ആണോ സിൽവർ ആണോ? നമുക്കിത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിൽ ഗോൾഡ് പ്രൈസ് 18 ഇരട്ടി കൂടിയിട്ടുണ്ട്. അതേസമയത്ത് സിൽവർ 12 ഇരട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2000 ഒരു 1000 രൂപ ഗോൾഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 17,980 രൂപയായനെ. ഇനിയിപ്പോൾ സിൽവറിലേക്ക് നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന് 11,710 രൂപയായനെ. ഇപ്പോൾ 2000 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് 440 രൂപയായിരുന്നു. സോ 1000 രൂപയ്ക്ക് നമുക്ക് 2.27 ഗ്രാം സ്വർണ്ണം വാങ്ങാമായിരുന്നു. ഇന്നിപ്പോൾ 2025 ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 17,981 രൂപയാണ്. ഇനി 2000 1 ഗ്രാം സിൽവറിന് 7.9 രൂപയായിരുന്നു. അപ്പോൾ 1000 രൂപയ്ക്ക് നമുക്ക് 126.58 ഗ്രാം വാങ്ങാമായിരുന്നു. ഇനിയിപ്പോൾ 2025 ഇതിന്റെ മൂല്യം എന്ന് പറഞ്ഞ് 11,710 രൂപയാണ്. എന്നാലും 2024 സിൽവർ 30% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഗോൾഡ് 23%. ഇനിയിപ്പോൾ 2 മെറ്റലും നിഫ്റ്റിയുടെ 15%-നേക്കാളും ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് അതുപോലെ സിൽവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ മുതൽ മാർക്കറ്റ് വോളറ്റിലിറ്റിക്ക് അഗൈൻസ്റ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സേഫ് അസറ്റ് ആണ്. അപ്പോൾ സിൽവർ കുറച്ചും കൂടി വോളറ്റൈൽ ആണ്, അതായത് കൂടുതൽ ഷോർട്ട് ടേം റിട്ടേൺസ് നൽകാൻ വേണ്ടി സാധിക്കും, പക്ഷേ റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ സിൽവറിന് ചെറിയൊരു മാർക്കറ്റാണ് ഉള്ളത്, പക്ഷേ കൂടുതലും ഇൻഡസ്ട്രി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് സ്മാർട്ട് ഫോൺ, സോളാർ പാനൽസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സിൽവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കോണമിക് ചേഞ്ചസ് ഒക്കെ അനുസരിച്ച് മാറ്റം വരും ഇതിൽ. ഇപ്പം എക്കോണമി വളരുന്നുണ്ടെങ്കിൽ സിൽവറിൻ്റെ ഡിമാൻഡ് കൂടും. ഇനിയിപ്പം എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 5 മുതൽ 15% നിങ്ങൾക്ക് പ്രഷ്യസ് മെറ്റൽസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ച് ഗോൾഡിലേക്കും സിൽവറിലേക്കും നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്, അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? താഴെ കമൻസിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.